ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കേൾക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. 2 ദിവസമായിട്ടേ നമ്മളെ കാണാൻ ഇന്ന ആൾക്കാരെ പോലെ ഉണ്ട് എന്നുള്ള കമൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഫുൾ അതാണ് ഇപ്പോൾ ട്രെൻഡ്. ഈ ലോകത്ത് ജനിച്ച എല്ലാവരുടെയും ഛായ നമ്മളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കമൻസ് വരുന്നത്. ഏതായാലും വളരെ നല്ലൊരു കാര്യമാണ്. ഒരു മനുഷ്യനെ വെറുതെ വിടുന്നില്ല. ഒരു അന്താക്ഷരി അടിച്ചാലോ? ഞാനില്ല. അന്താക്ഷരിക്ക് എനിക്കറിയാം, ഞാനില്ല. ഒരാൾ വന്നിട്ടുണ്ട്, കത്തിയൊക്കെ പിടിച്ചു വെക്കുന്ന ആളല്ല, ഞാനല്ല. രംഗണ്ണം വന്നിട്ടുണ്ടേ. കാണാം. നമുക്കേ ഒരു കിടിലൻ വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ട് അങ്ങ് തുടങ്ങാം. ചിരി 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 ചാകും. ചോട്ടാ മുംബൈ എജാതി വർക്കത് കറക്റ്റ് സിംഗിള് കറക്റ്റ് അതന്നെ. എങ്ങോട്ട് കരുത്തായി. ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടായിട്ട് മുറിച്ചു. എന്റെ രണ്ടാമത്തെ ഭാഗത്താണ് പുള്ളി പറയുന്നത്. എന്തൊരു വർക്കാ ചെയ്ത് വെച്ചിരിക്കുന്നത്. സമ്മതിക്കണ്ട വരെ ചില സംഭവം കണ്ട നമുക്ക് തന്നെ അന്തം വിട്ടു. ഇത് എങ്ങനെ വരെ ചെയ്യണേന്ന് സത്യം. കാരണം ഇത് ഭീകര വർക്കാണ്. ഓക്കെ, എന്തായാലും എപ്പിസോഡിലേക്ക് കിടക്കാം. ഹെഡ് ഏറ്റവും വലുത് കിട്ടുന്നവർ വിജയിക്കും അല്ലേ? ഓ, എന്തോ ആയിക്കോട്ടെ. എന്താടാ കൈ നല്ല വിറ വരയ്ക്കുന്നുണ്ടല്ലോ. പേടിച്ചാ? സങ്കടം കൊണ്ടാ. ടോസ് പോയി. ഫസ്റ്റ് കിഴി ഫ്രണ്ട്സ്, ടോസ് പോയി. അത് വിറ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയാണ് എല്ലാവർക്കും. നല്ല വിറയായിരുന്നല്ലോ. അത് നിനക്ക് ഫീൽ ചെയ്യുള്ളൂ, വീഡിയോയിൽ കാണൂല. അത് ശരിക്കും വീഡിയോ ഇതും താത്തി കയറി കണ്ടേ. വീഡിയോയിൽ കാണാതെ എത്ര വിറ ഉണ്ട് സത്യമായിട്ട്. ഫസ്റ്റ് കിഴി മാളികപ്പുറം ടീം എഗൈൻ. സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് മെയ് 24-ന് 7 മണിക്ക് വരുന്നുണ്ട്. വിശാൽ ശശിശങ്കർ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ അഭിലാഷ് പിള്ളെ റിട്ടേൺ, രഞ്ജിൻ രാജ് മ്യൂസിക്. വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കട്ടെ പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കുന്നു. പിന്നെന്താ. ഓക്കെ, അടുത്ത കിഴി മൈതാൻ. അജയ് ദേവ്ഗൺ നായകനായ സിനിമയാണ്. സിനിമയുടെ OTT റിലീസ് ആയിട്ടുണ്ട്. പൈസ കൊടുക്കണം. റെന്റ് പൈസയാണ്. ആമസോൺ പ്രൈമിൽ. ഇതെന്ത് പരിപാടിയാണ്? അല്ല, ഇത് എന്താണെന്നറിയോ, ഇത് നല്ല സിനിമയാണെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അർഹിച്ച വിജയം തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആളുടെ മസാല പടങ്ങൾക്കൊക്കെയാണ് അത്യാവശ്യം പൈസ കിട്ടുന്നത്. എന്തായാലും ഇത് നല്ല സിനിമയായിരുന്നു. എന്തായാലും നമുക്ക് റെൻറ്റിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ജൂൺ 8-ന് ഇത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അപ്പം കാണാം. എന്തായാലും ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ? പിന്നെ അല്ല, ഇനി ഒരു ജൂൺ 8 വരെയല്ലേ, അത് നമ്മൾ വെയിറ്റ് ചെയ്യും. പൈസ കൊടുക്കരുത്, ഈ സമയവും കടന്നു പോകും. അതെ, ഒരു 5 പൈസ കൊടുക്കരുത്, ചിലവാക്കരുത് അല്ലേ? അടുത്തത് കണ്ണപ്പ. സിനിമയുടെ ടീസർ ഞാൻ കണ്ടപ്പ എന്റെ കാലനെ. സിനിമയുടെ ടീസർ ക്യാൻ ഫെസ്റ്റിവലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് റിപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ 2 രീതിയിൽ, ഒന്ന് ഫോറിനേഴ്സിൻ്റെ, അതായത് ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന്, സിനിമ വ്യൂവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്, പിന്നെ സിനിമ നിരൂപകർ അല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതായത് ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, ഓവർസീസ്, അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ മികച്ച അഭിപ്രായം എന്നുള്ളതാണ് കേട്ടത്. എന്താണെങ്കിലും ജൂൺ 13-ന് ടീസർ പുറത്തുവിടും എന്നാണ് കേൾക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 30-ാം തീയതി, അതായത് മെയ് 30-ന് വീണ്ടും ഒന്നും കൂടി ഷോ ചെയ്യുന്നുണ്ടെന്നാണ് കാണിച്ചത്. ടീസർ വീണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത കിഴി അതും ഇതുപോലെ വരുമ്പോൾ കാണാം. അന്ന് തീർച്ചയായിട്ടും ജൂൺ 13-ന് സമയം കിട്ടുമെന്ന് അറിഞ്ഞൂടാ, സിനിമ കുറേ ഉള്ളതുകൊണ്ട്. അതെ. ഓക്കെ, അടുത്ത കിഴി ഗുഡ് ബാഡ് അഗ്ലി.
സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സംഭവം വിവാദമായിട്ടുണ്ട് കേട്ടോ. അത് ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും മനസ്സിലായി. പക്ഷേ അത് അവർ പറഞ്ഞതെന്നറിയാം ആ ടീം സംഭവം ഇതാ സിനിമയുടെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ 3 രീതിയിലുള്ള വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് വേണം, അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. അതൊക്കെ വലിയ സംഭവമാക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇംഗ്ലീഷ് സിനിമ ഒന്നും കാണലുണ്ടാവില്ല. ഇതൊക്കെ തന്നെ. പിന്നെ മാത്രമല്ല അത് സെൻസർ ചെയ്ത് കൊടുത്തിട്ടും പ്രശ്നമാണ്. ഓക്കെ, എന്തായാലും അതിന് തന്നെയായിരിക്കും കൊടുത്തത് ഒന്ന് വിവാദമാവാൻ. എന്തായാലും അതുകൊണ്ട് അതിൻ്റെതായ ഗുണം കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ 41 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ പോസ്റ്ററിന്. പിന്നെ സിനിമ നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, 95 CR. ഇത് ഞാൻ ഇരിക്കായിരുന്നു. അതറിയാം, മറന്നിട്ടുണ്ടാവും. ഇല്ല കേട്ടോ, മറന്നല്ലോ. ഇവനതിനെ കുറിച്ച് പറയണം. എന്തിനറിയോ, ആ സിനിമയുടെ വലുപ്പം ഇവൻ ഓർക്കണം, അല്ലെങ്കിൽ അത് ചെറിയ സിനിമ. ഞാൻ ഒരിക്കലും എതിരാളികളുടെ വലുപ്പത്തെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ വലുപ്പം, ഞാൻ എടുക്കുന്ന കിഴികളുടെ വലുപ്പം. സിമ്പിൾ. പഞ്ച് ഡയലോഗാ? രാമായണ വെറുതെ അല്ല പഞ്ച് വന്നത്. രാമായണ സിനിമ സാഡ് ന്യൂസ് ആണ്, പക്ഷെ എന്നാലും കിരിയുടെ വലിപ്പം അത് കുറയില്ലല്ലോ. പഞ്ച് തന്നെയാണ്. രാമായണ സിനിമ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. താൽക്കാലികമൊന്നല്ല, നിർത്തിവെച്ചു എന്നാണല്ലോ, അത് താൽക്കാലികം തന്നെയാണ്. പൈസേന്റെ ഇടപാട് അപ്പം സാധനം ആ പ്രശ്നം തീർക്കും. അത് തീർക്കും. മധു മണ്ടേന ആള് ആയിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസർ. ആൾ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് കിട്ടാനുള്ള നഷ്ടങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാതെ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇതിലെത്തിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് കൊടുത്തിട്ടുണ്ട്. കേസ് വന്നു, പെട്ടെന്ന് തന്നെ തീരുമാനമാക്കുകയും ആക്കും. നമ്മളെ ചെറുക്കനാണ് പ്രൊഡക്ഷൻ ടീം, യശ്. ഇനി വേറൊരു വൻ ടീമാ. വമ്പൻ ടീമുകൾ ഒരുപാടുണ്ട്. അതിലൊരാളായിരുന്നു മധു മണ്ടേല. അതെ, എന്തായാലും ആള് പിന്മാറി. മണ്ടേല അല്ല, മണ്ടേന. മണ്ടേനൊക്കെ കൊണ്ടുവന്നു നീ പ്രൊഡ്യൂസർ. മണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ മലപ്പുറം ഭാഷ? ഓടുന്നതിന് വണ്ടിക്കോന്ന്. ഓക്കെ, അടുത്ത കിഴി ചാക്കോച്ചനാണല്ലോ. ചാക്കോച്ചൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ വീണ്ടും ഒരുമിക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്പോൾ നാഥാൻ കേസുകോട് എന്ന സിനിമയ്ക്ക് ശേഷം ഹൃദയഹാരിയായ പ്രണയകഥ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിലൊരു കാമിയോ റോളിൽ ചാക്കോച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ വീണ്ടും ഒരുമിക്കുന്നു. സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് അന്യഗ്രഹ ജീവികൾ എന്നുള്ളതാണ്. അതായത് ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. സിനിമ പറയുന്നത് ഏലിയൻസിൻ്റെയൊക്കെ കഥയാണ്. എൻ്റെ കഥ സിനിമ പൊട്ടും. എൻ്റെ കഥ പറയുന്ന എല്ലാവരും പരാജയപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. സത്യം, പച്ച പരമാർത്ഥം. ദൈവമേ, സിനിമ പൊട്ടുന്നൊന്നും പറയല്ല. പക്ഷെ എനിക്ക് അയ്യോ ഹൃദയഹാരിയായ സിനിമ, ഇതെന്താ ഇങ്ങനെ തന്നെ വരുന്നത്, ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമ അല്ലേ, അത് കണ്ടതിന് ശേഷം എനിക്ക് പ്രതീക്ഷ പോയിട്ടുണ്ട് കേട്ടോ. എന്ത് സാധന ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് ഒന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. കൽക്കി സിനിമയുടെ ബുജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന് 22-ാം തീയതി ഇന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബുജീനെ. ബുജീന്റെ ചെലവ് അറിയണ്ടേ? 7 കോടിയാണ് ബുജീന്റെ ചെലവ്. ഈ ഒന്ന് വണ്ടിക്ക അത്രയൊന്നുമില്ല. അത് നമുക്കങ്ങനെ പറയാം, പക്ഷെ അവര് പറയുന്നത് 7 കോടി മുടക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹീറോയിന്റെ ജാക്കറ്റിന് 2 കോടി. അപ്പൊ അതെന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കൊതുകൊന്നും ഉണ്ടാവില്ലായിരിക്കും, ചൂടുണ്ടാവില്ല, AC ഒക്കെ ആയിരിക്കും ഉള്ളിലൊക്കെ. കൊതുകടി എന്തായാലും എടുക്കാൻ സാധ്യതല്ല. ഇന്ന് പലരും കടിയൊക്കെ ഏറ്റിരിക്കേണ്ടി വരും. നീ കലക്കുന്നുണ്ടറാ, നിന്റെ പണി ഏൽക്കുന്നുണ്ടോ? അതാണ്. ഓക്കെ, എന്റെ വേറെ ആരും കാണല്ലേ. എമ്പുരാൻ ചെറിയൊരു ആശ്വാസം കിട്ടട്ടെ. ചെറുതല്ല, ഈ വന്നതിനേക്കാളൊക്കെ മുകളിലേക്കായിട്ടാണ് എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ ലാലേട്ടൻ നേരിട്ട് വന്ന് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമാണോ? ഒരിക്കലും അല്ല. എന്നാൽ ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഷോയിൽ ആൾ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ആളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എമ്പുരാനാണ്. ട്രിവാൻഡ്രത്താണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. എന്നാൽ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ ഗുജറാത്തിലേക്ക് പോകും. ഗുജറാത്തിൽ നിന്ന് നേരെ ദുബായിലേക്ക് പോകും. അങ്ങനെ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിക്കും. ശേഷം സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഡിസംബറിലേക്കാണ്. ഇനി ഡിസംബറിൽ നടന്നിട്ടില്ലെങ്കിൽ ജനുവരി 1 പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ലാലേട്ടൻ ഞങ്ങളോട് വന്ന് നേരിട്ട് 2025
നിന്റെ കാണാ കണ്ണപ്പ അവിടെ അല്ല സോറി സോറി എന്തെന്നാ രാമായണ അവിടെ നിർത്തലാക്കി ഇവിടെ നിർത്തലാക്കി അതൊന്നല്ല ഇവിടെ ആണല്ലേ ഞങ്ങള് കളിക്കോ അതൊക്കെ കണ്ണപ്പയോ അത് നീ കലക്കിയല്ലോ ആണല്ലേ അടുത്തത് ഇതും കൂടി പിടിച്ചു കഴിയുമ്പോ നിനക്ക് സമാധാനം കിട്ടുമല്ലോ അല്ലേ തുറക്കട്ടെ എന്താണ് പറ ഗോട്ട് എന്തേലും മൊഴിയാനുണ്ടോ ഇനി അല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരല്ലേ പാട്ട് പാടുന്നതും കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ നിങ്ങളല്ലേ ചെയ്യണം തീർച്ചയായിട്ടും എന്നാ പാടിക്കോ ഗോട്ട് സിനിമയുടെ വൈഭവ് ഗോട്ട് സിനിമയിൽ അഭിനയിക്കുന്ന വൈഭവ് പറഞ്ഞ 1-2 കാര്യങ്ങളാണ് കേട്ടോ. ഇവനൊക്കെ പക്ക ആക്ഷൻ എന്റർടൈനർ സിനിമയായിരിക്കും. അതുപോലെ തന്നെ 2 ദളപതി ക്യാരക്ടേഴ്സിനെയും അടുത്ത് നിന്ന് കാണാൻ പറ്റി വേറെ ലെവലാണ് എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മാത്രമല്ല ആളുടെ പോർഷൻസ് കൂടുതലും വിജയുടെ കൂടെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് നേരിട്ട് വിറ്റ്നസ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്, പച്ചാന്നാണ്. ആർക്കാണ് നേരിട്ട് വിറ്റ്നസ് ചെയ്യാൻ പറ്റുക? അല്ല പറ ഇനി മാനസികമായിട്ട് തളരും എന്നുള്ളത് നമുക്കറിയാം. പിച്ചും പേയും വന്നുകൊണ്ടിരിക്കും, സ്വാഭാവികമാണ്. കിഴിയെടുക്കുക. കാരണം പ്രകാശമാണല്ലോ നമുക്ക് കാഴ്ച തരുന്നത്. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നത് അതിന് ഇത്ര സെക്കൻഡുകൾ സമയമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നുള്ളൂ. റിയൽ സമയത്ത് നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞോ? തളർന്നു. ഇനി മരുന്നൊക്കെ കൊടുത്ത് ഒന്ന് നോർമലാക്കി കൊണ്ടുവന്നു. തളർന്നു ഇയാള്. തളരില്ലടാ, തളരത്തില്ലടാ. ആ പ്രതീക്ഷ വളരെ നല്ലതാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ തോക്കുന്നത് വരെ പ്രതീക്ഷ വളരെ ഇതുവരെ തോറ്റിട്ടില്ലല്ലേ. തീർന്നുമ്പോഴല്ലേ തോറ്റു എന്ന് പറയാൻ പറ്റുള്ളൂ. കിഴി എപ്പിസോഡ് ഫുള്ള് തീരുമ്പോഴാണ് ഇത് തോറ്റില്ലോ എന്ന് വിവരം അറിയുള്ളൂ. പാർക്കിംഗ് ഇതൊക്കെ ഇറങ്ങിപ്പോയ സിനിമയാണല്ലോ. നമ്മളെ ചെറുകൻ ജിജു സണ്ണി സിനിമാറ്റോഗ്രാഫി നിർവഹിച്ച സിനിമയാണ്. അതായത് നമ്മുടെ ഫ്രണ്ടാണ്. എന്തായാലും സിനിമ വളരെ വലിയൊരു ഹിറ്റായിരുന്നു. സിനിമയുടെ 5 ലാംഗ്വേജിൽ റീമേക്ക് അവകാശങ്ങൾ വിറ്റുപോയി എന്നുള്ളതാണ് കേട്ടത്. 4 ഇന്ത്യൻ ലാംഗ്വേജും 1 ഫോറിൻ ലാംഗ്വേജാണ്. അതേതായിരിക്കും? അപ്പോൾ ആ ഫോറിൻ ലാംഗ്വേജ് എനിക്ക് വേണ്ടിയിട്ട് ആയിരിക്കണം. എനിക്കൊക്കെ മനസ്സിലാവണമല്ലോ. മലയാളം കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ മലയാളത്തിൽ നീ എപ്പോൾ കണ്ടത്? തമിഴ് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ ഇനി അവന് ഫോറിൻ ലാംഗ്വേജ് എന്താണ്? ടർബോ സിനിമയുടെ പ്രീ സെയിൽ നീ കലക്കുന്നുണ്ടടാ. 2.65 CR കേട്ടോ ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ദിവസം കൂടി ബാക്കിയാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട് നിരഞ്ജനയുടെ. ഓക്കെ എന്തായാലും പ്രീ സെയിൽസിലേ ഇനി മലൈക്കോട്ടെ വാലിബനെ മാത്രം മറികടക്കാനുള്ളൂ. അതായത് 2.85 8.9 മലൈക്കോട്ടെ വാലിബൻ പ്രീ സെയിലില്. ഓക്കെ കേരളത്തിലെ മാത്രമാണ് കേട്ടോ. അതെ. അടുത്തത് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ പൈറസി ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. സിനിമ അപ്പാടെ പുറത്തുവിട്ടവരുണ്ട്. പിന്നെ ചില സീനുകൾ എന്തിന്റെ കേടാണ്. സ്റ്റോറി ആക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നൊരു വെറുപ്പുള്ള ഒരു കാര്യമാണ്. അതെ, മൊബൈൽ അങ്ങ് ഓണാക്കി വെക്കും ഏതെങ്കിലും ഒരു സീൻ. അത് മൊബൈൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം. തീർച്ചയായിട്ടും. അതല്ല ഇത് സംഭവം അങ്ങനെ എടുക്കുന്നതിനറിയോ ഇവര് ഇതിന്റെ സ്റ്റോറി ഇടാനല്ലേ. സ്റ്റോറി ഇടാൻ. അതായത് ടൈറ്റിൽ കാണിക്കുന്ന എല്ലാവരും മൊബൈൽ ഓണാക്കും. അതാ പറഞ്ഞ ചില ആൾക്കാരുണ്ട് ടൈറ്റിലൊക്കെ കാണിക്കാൻ. അതൊക്കെ നമുക്കൊക്കെ മനസ്സിലാവും. അത് അവർക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതല്ലാണ്ട് അതിന്റെ മുന്തിയ വേർഷനാണ്. ഈ മലയക്കോട്ടയുടെ സമയത്ത് ഏതോ ഒരു സമയത്ത് ഞാൻ അത് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. നേരെ കുറച്ച് മുന്നിലായിരുന്നു. ആരോ ഫോൺ ഓണാക്കി വെച്ചേക്ക സീൻ. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ചെയ്യരുത്. മാത്രല്ല ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പണി വരും. എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏതൊക്കെ പ്രൊഫൈലിന്റെ പേരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്, വാങ്ങിച്ചു കൂട്ടിക്കോ. പൃഥ്വിരാജാണത്. വിവരം വെക്കും. അടുത്തത് വിവരം വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പണി കിട്ടും, അറിയും. അതെ അല്ലേ? അടുത്തത് വിവരം വെക്കുന്ന ടീമാണെങ്കിൽ ഇത് ചെയ്യും. ആ വിവരമല്ല വെക്കുന്നത്, അവന്മാര് വെക്കും. അതാ പറഞ്ഞത്. എല്ലാത്തിനും വിവരങ്ങൾ കൊണ്ട് വെക്കേണ്ടി വരും അല്ലേ? പുഷ്പ 2 സിനിമയുടെ സെക്കൻഡ് സിംഗിൾ അനൗൺസ്മെന്റ് വീഡിയോ നാളെ 11/7 പുറത്തു വരുന്നുണ്ട്. രശ്മിക മന്ദാന എൻ്റെ കൈയൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു രശ്മികന്റെ കൈയാണെന്ന് ഞാൻ പറയുന്നു. എനിക്കറിയാം. പിന്നെന്താ തമന്നയാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നേ.
ആരുടെ കൈയാണെന്ന്. ആ, എന്ത് തമാശ. ലക്ഷ്മിയുടെ കൈയൊന്നും എനിക്ക് ഓർമ്മല്ല. സ്വാമി സ്വാമി പോയി പോയി ഈ കിഴി പോയി. എന്തോ ഒരു അവസ്ഥയാണ് ആലോചിച്ചത്. ആ ഇന്ത്യൻ ടു സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് 5 മണിക്ക് വരും. പാര. അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, അതല്ലേ? ഓക്കെ, സന്തോഷം. വാര്യറിന്റെ വരവാണ്. എന്നാ പൊക്കോ. ആകെ ആശ്വാസം എമ്പുരാനും ഇന്ത്യൻ ടു മാത്രം. ഗുഡ് ബാഡ് ആംഗിൾ. പക്ഷെ നിനക്കെങ്ങനെ ഇത്രയും വലുത് കിട്ടിയെന്ന് ഞാൻ അറിയിക്കുന്നത്. ഓക്കെ, പോവാം. എന്തായാലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ. ഇന്നത്തെ വിശേഷം എന്താ? അതായത് തന്നെ ഒരുത്തനെ അപ്പുറത്തിരുത്തി കൊന്നു. ബൈ. അതാണ് ഇന്നത്തെ വിശേഷം.